ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ 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 നാരായണായ നമഃ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭിനൃതി മന്ത്രം 8ാമത് രാമായണ പാരായണ മാസാചരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നത് അധ്യാത്മ രാമായണം ആരണ്യകാണ്ഡത്തിലെ ശബരിയാശ്രമ പ്രവേശം എന്ന ഭാഗമാണ്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശബരിയാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്തായ താപസീ ഭക്ത്യ സംബന്ധിച്ചിതു പാദം ബോരു യുഗത്തിങ്കൽ സന്തോഷപൂർണാശു നേത്രങ്ങളോടവളുമായി ആനന്ദം ഉൾക്കൊണ്ടുപാദ്യാർഗായ സനാദികളാലെ പൂജിച്ചതൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചു നിന്നു രാജീവനേത്രന്മാരാം രാജനന്ദന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനീജനം. നിന്നെയും പൂജിച്ചനേകായിരുത്താണ്ടു വാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചു നിന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർക്കളും. എന്നോട് ചൊന്നാരവ രേതുമേ കേതിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസ വധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകുടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢ ജ്ഞാനിതീനൊട്ടു മതികാരിണിയല്ലല്ലോ. വാങ്മനോ വിഷയമല്ലാത്തൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലീണ കൂപ്പി സ്ഥിതിച്ചുകൊള്ളുവാനുമീ കമലത്തിലറിയപ്പോകാതയാനിതേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്ന, നാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല
കാരണം മമ വചനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലത്തൊന്നും കണ്ടുകിട്ടുകയില്ല എന്നെ മഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടാരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിടുവനുമത്തേ. കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണരേണം. പിന്നെ മധ്യജോവാഗ്യാത്രത്വം മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും. പുണ്യശീലത്വം യമനീയമാദികളോടു മെന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ. കേട്ടുധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥികളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നപ്പോഴും അറിയുകയും മത്തത്വവിചാരം കുളമ്പതാമതും ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദി സാധനം നൂനം ഉക്തന്മായതു ഭക്തിസാധനം നവവിധമുത്തമേ. ഭക്തി നിത്യാർമാർക്കുള്ള വിചാരിച്ചാൽ തിര്യഗോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാകും. തത്വാനുഭവസിദ്ധിനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനൂത്തമത്വബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാധ്യേ ഭഗവൽപ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമുടുത്തിതു നിനക്കു തപോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാ നീതാസീത മൽപ്രിയ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകുലമാറാതരാലു ചെയ്താൾ. സർവവുമറിഞ്ഞിരിക്കുന്നു നിന്തിരുവടി സർവജ്ഞനേനാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ചു മൂലം പറഞ്ഞിടുവാൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലമർക്കളെ ഞാൻ. മുമ്പിലാ മാറ്റു കുറഞ്ഞുന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യേ പർവതവരമൃഷ്യമുഖാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ. മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കും മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്ക ഭവാനെന്നെ വഴിപോലെ സഖ്യവും ചെയ്തുകൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിലും ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭഗവൽ പാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടരുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവ മേ തീർക്കണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തത മുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്കെന്നീ ലെത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കില്ലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദം ഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സ്തന്തിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം.
ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും. ശ്രീരാമമയം ജഗൽ സർവമെന്നു റയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമമംഗൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു തരുതാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളന്നരുളിന്നിരുന്നാൽ. ഇത്യാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. പൂർവം രാമതപോവനാദിനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത്വാ രാവണകുംഭകർണനിധനം. സമ്പൂർണ്ണ രാമായണം.